സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. ഹോ, അങ്ങനെ നാടെത്തി. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. കൊച്ചി എത്തി. വണ്ടി കിട്ടോ? ജി സാർ. നിങ്ങൾ പറയണ കേട്ടതൊന്നും ഞാൻ വേറെ ഏതോ പെണ്ണിനെടുത്താ പോയതെന്ന്. ഇവളുണ്ടല്ലേ, ഇവളെന്റെ സ്വന്തം ഭാര്യയാണ്. അവളോട് ഞാൻ മിണ്ടിന്ന് പറഞ്ഞിരിക്കും. സ്വന്തം ഭാര്യ? നീ ഇവളോട് മിണ്ടേന്റെയും പറഞ്ഞേന്റെയും ഫലാടാ ഈ നേരത്തെ നിൽക്കുന്നതൊക്കെ. ഒരു കൊടിയോടി മേടിച്ചെടുക്കണ ഒരു ജാതക്കല്ലേ ആളുണ്ടല്ലോ. എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം ഭാര്യ അടുത്ത് മിണ്ടാൻ പാലെന്ന തള്ളേ ലോക താജുമായിട്ട് കാണുകയാണ് മൂദേവി. നീ എന്താണ് എന്നെ വിളിച്ചത്? മൂദേവിന്നോ? അതെ, മൂദേവി, മൂങ്ങ, രാക്ഷസി, മൂദേവി. എല്ലാ ചീത്തപ്പേരും നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഭാര്യ ഞാൻ അവിട്ട് വെച്ച് പൊട്ടിച്ചാളെ. ഞാൻ അങ്ങോട്ടല്ല, ഞാൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ല. എങ്ങോട്ടെങ്കിലും പോട്ടെ. അവനെ പിന്തുടരൂ, ആ ബൈക്കാരെ ഫോളോ ചെയ്യൂ. കാറിന്റെ വീല് താൻ എന്തിനാണോ വണ്ടി എടുത്തത്? ആ ബൈക്കിന് ഫോളോ ചെയ്യണോ? കാറിന്റെ വീല് പോണ സാബ്ജി. എന്റെ അമ്മോ, ഏത് തന്റെ ടയറാണത്? എന്താണ് താനെന്തിനാണ് ഈ ടയറെ കൊണ്ട് കാശല്ലേ വേണ്ടോ? പിടിച്ചോ, 100 രൂപ പിടിച്ചോ. 100 രൂപയോ? 200 താടോ? 200 രൂപ? 6 ചട്ടിക്ക് 200 രൂപ. അപ്പൊ ഒരു ചട്ടിക്ക് എന്താ? ഇതെന്റെ ടയറാ. വീട്ടിപ്പോടാ. ഇതെന്റെ ടയറാണ്. എന്തൊരു കഷ്ടം. ധാരാവി കേട്ടിട്ടുള്ള കേറ്റിക്കള ഞാൻ. ഈ മലയാളീസിന്റെ കാര്യം ചതിയന്മാരാണല്ലേ. 200 രൂപ കൊടുത്താൽ എന്താ ടയർ കിട്ടിയില്ലേ? ഈ സൈഡ് രണ്ടും ഓക്കെ, ആ സൈഡായിരിക്കും. ഈ സൈഡും രണ്ടും ഓക്കെ. അപ്പൊ പിന്നെ ഈ ടയർ ഏതാണ് സാബ്? ആകാശത്ത് വന്നോ? ഫ്ലൈറ്റിൽ നിന്ന് വീണതായിരിക്കോ? ലാൻഡ് ചെയ്യുമ്പോ അറിയാം. ഇയാളാണ് ആള്. ഏട്ടാ പിടിച്ചോ, ഫ്രീയാ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. നീ എങ്ങോട്ടാ? മൊബൈലുമായിട്ട് ആ പെണ്ണ് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഏത് പെണ്ണ്? ഒരു പെണ്ണ്. ഇവിടെ നിന്ന പ്രശ്നം. നീ വേഗം വണ്ടി വിട്. നീ വണ്ടി എടുക്ക്.